ലോക കായിക പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന 2026 ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ ഐച്ചി നഗോയയിൽ കളമൊരുങ്ങിയിരിക്കുന്നു. ക്രിക്കറ്റിൽ ഏഷ്യയിലെ തങ്ങളുടെ ആധിപത്യം തുടരാനും കഴിഞ്ഞ തവണ നേടിയ ചരിത്രപരമായ സ്വർണ്ണ മെഡൽ നിലനിർത്താനുമായി ടീം ഇന്ത്യ നടത്തുന്ന പടയോട്ടത്തിന്റെ തീയതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജപ്പാനിൽ സെപ്റ്റംബർ 24-നാണ് പുരുഷന്മാരുടെ T20 മത്സരങ്ങൾ ആരംഭിക്കുന്നത്. അതിനു മുൻപ്, അതായത് സെപ്റ്റംബർ 17-ന് തന്നെ വനിതാ വിഭാഗം T20 പോരാട്ടങ്ങൾക്ക് തിരിതെളിയും. ഈ ഏഷ്യൻ കായിക മാമാങ്കത്തിന്റെ പ്രഖ്യാപനത്തോടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മലയാളി ക്രിക്കറ്റ് ആരാധകരാണ്. സിംബാബ്വെ പരമ്പരയിൽ ജോലിഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വിശ്രമത്തിലായിരിക്കുന്ന മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ തന്റെ അന്താരാഷ്ട്ര തിരിച്ചുവരവിനുള്ള കൃത്യമായ റോഡ് മാപ്പാണ് ഇതിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ തന്നെയാണ് ഇത്തവണയും ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ട പ്രിയപ്പെട്ട ടീം. സിംബാബ്വെക്കെതിരായ പരമ്പരയിൽ നിന്ന് വിട്ടുനിന്നത് സഞ്ജു സാംസന്റെ പ്രകടനത്തെ ബാധിക്കുമോ എന്ന് ആശങ്കപ്പെട്ടവർക്ക് കൃത്യമായ മറുപടിയാണ് BCCIയുടെ ഈ നീക്കം. കഠിനമായി വരാനിരിക്കുന്ന നീണ്ട അന്താരാഷ്ട്ര സീസണിന് മുന്നോടിയായി നൽകിയ ഈ വിശ്രമം സഞ്ജുവിനെ കൂടുതൽ കരുത്തനും ഉന്മേഷവാനുമാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. യുവതാരങ്ങളും T20 സ്പെഷ്യലിസ്റ്റുകളും അണിനിരക്കുന്ന ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും ടീം ഇന്ത്യക്ക് നൽകുന്ന കരുത്ത് ചെറുതല്ല. മധ്യനിരയിൽ കളി നിയന്ത്രിക്കാനും ആവശ്യാനുസരണം ആക്രമിച്ചു കയറാനുമുള്ള സഞ്ജുവിന്റെ സാങ്കേതിക തികവ് ജപ്പാനിലെ പിച്ചുകളിൽ ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാകും. വിക്കറ്റ് കീപ്പർ ബാറ്ററായും തന്റെ ആധിപത്യം ഉറപ്പിച്ച് 2026-ലും രാജ്യത്തിനായി പൊന്നണിയുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് സഞ്ജുവിന് മുന്നിലുള്ളത്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ തന്റെ സ്ഥാനം എന്നേക്കുമായി ഉറപ്പിക്കാൻ സഞ്ജുവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരങ്ങളിൽ ഒന്നാണിത്. ഐച്ചി നഗോയയിലെ അത്യാധുനിക സ്റ്റേഡിയങ്ങളെയാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ T20 മത്സരങ്ങൾ അരങ്ങേറുന്നത്. ICC റാങ്കിങ്ങിലും ഏഷ്യയിലെ പ്രകടനത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നതിനാൽ ഇന്ത്യൻ പുരുഷ ടീം നേരിട്ട് ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇന്ത്യൻ ആരാധകർക്ക് അതീവ സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം ഏഷ്യൻ ഗെയിംസിലെ മിക്ക മത്സരങ്ങളും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയമനുസരിച്ച് പ്രൈം ടൈമിൽ സൗകര്യപ്രദമായി കാണാൻ സാധിക്കും എന്നതാണ്. ഇത് ഇന്ത്യയിൽ റെക്കോർഡ് ഡിജിറ്റൽ കാഴ്ചക്കാരെ ആകർഷിക്കുമെന്ന് ഉറപ്പാണ്. മെഡൽ നിർണയിക്കുന്ന ക്വാർട്ടർ, സെമി ഫൈനൽ തുടങ്ങിയ കടുത്ത നോക്കൌട്ട് പോരാട്ടങ്ങളിൽ ടീമിന്റെ നട്ടെല്ലായി മധ്യനിരയിൽ സഞ്ജു സാംസൺ സാന്നിധ്യമറിയിക്കും. മുതിർന്ന പ്രധാന താരങ്ങൾക്ക് ആവശ്യത്തിന് വിശ്രമം നൽകി ടീമിലെ കളിക്കാരെ കൃത്യമായി റൊട്ടേറ്റ് ചെയ്യാനുള്ള BCCIയുടെ ആസൂത്രിത തന്ത്രത്തിന് ഏറ്റവും അനുയോജ്യമായാണ് ഈ ഷെഡ്യൂൾ. തുടർച്ചയായ ടെസ്റ്റ്, ഏകദിന മത്സരങ്ങൾക്കിടയിൽ T20 സ്പെഷ്യലിസ്റ്റുകൾക്ക് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് വലിയ അവസരമാക്കുന്നു. വനിതാ ടീമിനും പരമ്പരയ്ക്ക് മുൻപ് മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്താൻ സാധിക്കുന്ന വിധത്തിലാണ് കലണ്ടർ ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഹാങ്ഷോവിൽ നേടിയ ഇരട്ട സ്വർണ്ണ നേട്ടം ജപ്പാനിലും ആവർത്തിക്കാൻ ഇന്ത്യക്ക് കഴിയുമോ എന്നതാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. എന്നാൽ നിലവിലെ ചാമ്പ്യന്മാർ എന്ന നിലയിൽ ഏഷ്യയിലെ മറ്റ് കരുത്തരായ പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് ടീമുകളിൽ നിന്നുള്ള കടുത്ത വെല്ലുവിളിയും ഇന്ത്യ നേരിടേണ്ടി വരും. മത്സര തീയതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ BCCI തങ്ങളുടെ പ്രത്യേക പരിശീലന ക്യാമ്പുകൾക്കായുള്ള പ്രാഥമിക തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിലെ ആഭ്യന്തര ലീഗുകൾക്കും പരമ്പരകൾക്കും ശേഷം താരങ്ങൾ ഉടൻ തന്നെ ദേശീയ ടീമിന്റെ ക്യാമ്പിലേക്ക് മാറ്റപ്പെടും. സഞ്ജു സാംസന്റെ നായകത്വത്തിലേക്കുള്ള തിരിച്ചുവരവ് ടീമിലെ യുവതാരങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ജപ്പാനിലെ കണ്ടീഷനുകളിൽ ഇന്ത്യൻ ബൗളർമാർക്കും ബാറ്റർമാർക്കും ഒരുപോലെ തിളങ്ങാൻ സാധിച്ചാൽ ഏഷ്യൻ ഗെയിംസ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനമെന്ന റെക്കോർഡ് ഇന്ത്യ വീണ്ടും തിരുത്തിയെഴുതും. ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും ഒരു സ്വർണ്ണ തിളക്കത്തോടെ ഭാരതത്തിന്റെ ദേശീയ ഗാനം ജപ്പാനിൽ മുഴങ്ങിക്കേൾക്കാൻ കോടിക്കണക്കിന് ആരാധകരാണ് കാത്തിരിക്കുന്നത്. സിംബാബ്വെ പരമ്പരയിലെ വിശ്രമത്തിന് ശേഷം വീണ്ടും നീലക്കുപ്പായത്തിൽ സഞ്ജു സാംസൺ തകർത്തടിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് തയ്യാറല്ലേ? 2026 ഏഷ്യൻ ഗെയിംസിൽ സഞ്ജു സാംസന്റെ നായകത്വത്തിൽ ഇന്ത്യ വീണ്ടും സ്വർണം നിലനിർത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സഞ്ജുവിന്റെ തിരിച്ചറിവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷകളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ക്രിക്കറ്റ് ലോകത്തെ ഏഷ്യൻ ഗെയിംസിലെയും ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കും കൃത്യമായ സ്പോർട്സ് വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.